നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം കോവിഡ് ബാധിതരുടെ എണ്ണം വീണ്ടും ഉയരുകയാണ്. ഇതിൽ ആശങ്കപ്പെടുന്നവരിൽ ഏറെയും പ്രവാസികളാണ്. നേരത്തെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ മൂലം ദുരിതം അനുഭവിച്ചതിൽ ഏറെ പ്രവാസികളാണ്. കാരണം നിയന്ത്രണങ്ങളും നിബന്ധനകളും ഒക്കെയായി ഒരുപാട് പേരെ ഇത് ദുരിതത്തിലാക്കിയിരുന്നു. ഉള്ള ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് മടങ്ങിയവരും ഭക്ഷണത്തിന് പോലും പ്രയാസം അനുഭവിച്ചവരും കുറവല്ല. ഇതിന്റെ എല്ലാം ഓർമ്മകൾ അത്ര പെട്ടെന്നൊന്നും പ്രവാസികൾ മറക്കാനിടയില്ല. ഇപ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഗൾഫ് മേഖലയിലും അടക്കം കോവിഡ് കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ സ്ഥിതി നിരീക്ഷിച്ചു വരുന്നതായി കുവൈത്ത് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. ലോകാരോഗ്യ സംഘടനയുമായി നിരന്തരം ഏകോപനം നടത്തുന്നുണ്ടെന്നും മന്ത്രാലയ വക്താവ് ഡോക്ടർ അബ്ദുള്ള അൽ സനദ് പറഞ്ഞു. അതുപോലെ അണുബാധ തടയുന്നതിനായി ആവശ്യമല്ലാത്ത വിദേശയാത്രകൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കൂടാതെ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി അടഞ്ഞ സ്ഥലങ്ങളിലും തിരക്കേറിയ സ്ഥലങ്ങളിലും ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചു മാത്രം പങ്കെടുക്കണം. ശ്വാസകോശ ലക്ഷണമുള്ള വ്യക്തികൾ മറ്റുള്ളവരുമായി ഇടപെടുമ്പോൾ സൂക്ഷ്മത പുലർത്തണം. അണുബാധ തടയാൻ കുട്ടികൾ വേനൽക്കാല ക്ലബ്ബുകളിൽ പോകുന്നത് ഒഴിവാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നിലവിലെ സ്ഥിതി നിരീക്ഷിച്ചുകൊണ്ടാണ് മന്ത്രാലയ വക്താവ് ഇക്കാര്യങ്ങൾ വിശദമാക്കിയിരിക്കുന്നത്. രാജ്യത്ത് കോവിഡ് ബാധിച്ച് തീവ്രപരിചരണ വിഭാഗത്തിൽ ആരും കഴിയുന്നില്ലെന്നും ഡോക്ടർ അബ്ദുള്ള അൽ സനദ് പറഞ്ഞിട്ടുണ്ട്. അതിനിടെ കുവൈത്തിലെ പ്രതിദിന കോവിഡ് കേസുകൾ 400 കവിഞ്ഞിരിക്കുകയാണ്. ഒരാഴ്ചയായി ഗണ്യമായ വർധനവാണ് കോവിഡ് കേസുകളിൽ ഉണ്ടായിരിക്കുന്നത്. 22 പേരാണ് കോവിഡ് വാർഡുകളിൽ ചികിത്സയിൽ കഴിയുന്നത്. എന്തായാലും പ്രവാസികൾ എല്ലാവരും ജാഗ്രത പാലിക്കുക. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.